ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദി ഫോളോവിങ് നമ്പേഴ്സ്. എ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കൂ. എ 1,16,32,005. സെക്കൻഡ് വൺ 40,00,100. തേർഡ് വൺ 80,09,099. ഇത് നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. There was 5 lakh liters of water in a water tank. ഒരു വാട്ടർ ടാങ്കിൽ 5 ലക്ഷം ലിറ്റർ വെള്ളമുണ്ട്. 2,37,499 liters of it was used. അതിൽ 2,37,499 ലിറ്ററും ഉപയോഗിച്ചു. വാട്ട് ഈസ് ദ വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ്? ബാക്കിയുള്ള വെള്ളത്തിൻ്റെ വോളിയം എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ 5 ലക്ഷം ലിറ്റർ വെള്ളമുണ്ട് വാട്ടർ ടാങ്കിൽ. അതിൽ 2,37,499 ലിറ്റർ നമ്മൾ ഉപയോഗിച്ചു. ബാക്കി എത്ര ഉണ്ടാവും? ബാക്കിയുള്ളത് നമ്മൾ 5 ലക്ഷത്തിൽ നിന്ന് ഉപയോഗിച്ചത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. സോ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണ്? 5 lakh ലിറ്റേഴ്സ് ആണ്, 5 ലക്ഷം ലിറ്ററുകളാണ്. വാട്ടർ യൂസ്ഡ്, നമ്മൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ കണക്ക് എത്രയാണ്? 2,37,499 ലിറ്റേഴ്സ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? വാട്ടർ ലെഫ്റ്റ്, ബാക്കിയുള്ള വെള്ളത്തിൻ്റെ വോളിയമാണ്. അത് കണ്ടെത്താനായി നമ്മൾ എന്ത് ചെയ്യണം? 5 lakh മൈനസ് 2,37,499 ചെയ്യണം. ആൻസറായി കിട്ടുന്നത് 2,62,501 ലിറ്റേഴ്സാണ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ജയ wrote the following digits. താഴെ കൊടുത്തിട്ടുള്ള അക്കങ്ങൾ ജയ എഴുതി. ഏതൊക്കെയാണ് അക്കങ്ങൾ? 3, 7, 4, 8, 0, 6, 9. 3, 7, 4, 8, 0, 6, 9. നമ്മളോട് പറഞ്ഞ എന്താണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദീസ് ഡിജിറ്റ്സ്. ഈ അക്കങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? ഏറ്റവും വലിയ നമ്പർ ഏതാണ്? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ? 98,76,430. ഇതാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാം, കാരണം ഇവിടെ കൊടുത്തിട്ടുള്ള അക്കങ്ങളിൽ ഏറ്റവും വലുത് 9 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം 9 എഴുതാം. ശേഷം വലുതായിട്ട് വരുന്നത് 8 ആണ്. 8 എഴുതുക. അങ്ങനെ പിന്നെ ചെറുത് നോക്കി എഴുതുക. വലുതെന്ന് ചെറുതിലേക്ക് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ നമ്പർ കിട്ടും. മനസ്സിലായോ? ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദീസ് ഡിജിറ്റ്സ്. ഈ അക്കങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3, 0, 4, 6, 7, 8, 9. 30,46,789. ഇതാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് ആൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ? ഇത് സി സബ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എത്രയാണ്? ഇത് കണ്ടെത്താൻ നമ്മൾ ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് ഏറ്റവും ചെറിയ നമ്പർ മൈനസ് ചെയ്യണം, കുറയ്ക്കണം. ആൻസറായിട്ട് കിട്ടുന്നത് എത്രയാണ്? 68,29,641. ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഡിജിറ്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് ഗിവൺ. നമുക്ക് തന്നതിൽ ഏറ്റവും വലിയ 4 അക്കങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഏറ്റവും വലിയ 4 അക്കങ്ങൾ ഏതൊക്കെയാണ്? 9, 8, 7, 6. ഇതാണ് നമുക്ക് തന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അക്കങ്ങൾ. ഇനി ഇതുപയോഗിച്ചിട്ട് നമ്മളോട് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. 6,789. ഇതാണ് നമുക്ക് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ. ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ്സ് ഗിവൺ. നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ 4 അക്കങ്ങൾ ഉപയോഗിച്ച്, ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഏറ്റവും ചെറിയ ഒരു നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് പരിചയമാവും. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മച്ച് മണി ഇസ് നീഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് നോട്ട് ബുക്സ് കോസ്റ്റിംഗ് 60 rupees to 186 സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ ഇൻ ദി ബിഗിനിങ്. അതായത് സ്കൂൾ തുടങ്ങിയ സമയമാണ്, സ്കൂളിൻ്റെ ബിഗിനിങ് ആണ്, ആരംഭത്തിൽ. അവിടെ 186 സ്റ്റുഡൻസ് ഉണ്ട്, 186 കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം നോട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം ചെയ്യണം. ഒരു നോട്ട് ബുക്കിന് പൈസ വരുന്നത് എത്രയാണ്? ഒരു നോട്ട് ബുക്കിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് 16 rupees ആണ്, 16 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് 166 കുട്ടിക്കും കൊടുക്കണം അല്ലേ? ഓരോ നോട്ട് ബുക്കും 166 കുട്ടിക്കും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മണി വേണം, എത്ര ക്യാഷ് വേണം?
എത്ര ക്യാഷ് വേണം? നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ എണ്ണം എത്രയാണ്? 186. കോസ്റ്റ് ഓഫ് 1 നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ്? 16 rupees. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് 186 നോട്ട്ബുക്സ്, 186 നോട്ട്ബുക്കുകളുടെ വില എത്രയായിരിക്കും? 186 ഇൻറ്റു 16 ചെയ്യണം, 186 ഗുണിക്കണം 16 ചെയ്യണം. ആൻസറായിട്ട് കിട്ടുന്നത് 2976 ആണ്. 2976 rupees. Second question, after 1 week 10 more students came. What is the total amount now? ഒരു ആഴ്ചയ്ക്ക് ശേഷം 10 കുട്ടികളും കൂടി സ്കൂളിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര രൂപയായിട്ടുണ്ടാവും ടോട്ടൽ? കോസ്റ്റ് ഓഫ് 10 നോട്ട്ബുക്സ്, അപ്പോൾ 10 കുട്ടികളാണല്ലോ വന്നത്, അപ്പോൾ 10 നോട്ട്ബുക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 10 നോട്ട്ബുക്കിൻ്റെ വില എത്രയായിരിക്കും? 16 ഇൻറ്റു 10 ചെയ്യണം, 16 ഗുണിക്കണം 10 ചെയ്യണം, 160 rupees ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? നമുക്ക് നേരത്തെ കിട്ടിയ എമൗണ്ട് എത്രയായിരുന്നു? 2976. അതിനോട് 160 rupees നമ്മൾ പ്ലസ് ചെയ്യുക, കൂട്ടുക. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടും 3136 rupees. ഓക്കെ ആണല്ലോ. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 3136 rupees. ഇത് ഈസിയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. 270 children are standing in rows of 15 children each for the school assembly. How many rows? സ്കൂളിൽ 270 ചിൽഡ്രൻസ് ഉണ്ട്, 270 കുട്ടികളുണ്ട്. അങ്ങനെ സ്കൂൾ അസംബ്ലി കണ്ടക്ട് ചെയ്യാണ്. സ്കൂൾ അസംബ്ലിക്ക് നമുക്കറിയാലോ, നമ്മൾ വരി വരിയായിട്ടാണ് നിൽക്കുക. അങ്ങനെ ഓരോ വരിയിലും 15 പേരാണ് വേണ്ടത്, 15 കുട്ടികളടങ്ങുന്ന ഓരോ വരിയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര വരികൾ വേണം എന്നാണ് ചോദിച്ചത്. ഹൗ മെനി റോസ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈസിയാണ്. 270 ഡിവൈഡഡ് ബൈ 15 ചെയ്യണം, 270 ഹരിക്കണം 15 ചെയ്യണം. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് 18 ആണ്. 18 റോസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിലെ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ്. ദ ലേറ്റ് കമേഴ്സ് ഓൾസോ പുട്ട് ഇൻ ദീസ് റോസ്. ഈ റോസിൽ തന്നെയാണ്, ഈ വരികളിൽ തന്നെയാണ് ലേറ്റായി വന്നവരെ നിർത്തിയത്. നൗ ദർ ആർ 22 ചിൽഡ്രൻ ഇൻ ഈച്ച് റോ. അങ്ങനെ വന്നപ്പോൾ 22 കുട്ടികളുണ്ട് ഓരോ റോയിലും. ഹൗ മെനി ലേറ്റ് കമേഴ്സ്? അങ്ങനെയാണെങ്കിൽ എത്ര ലേറ്റ് കമേഴ്സ് ഉണ്ടാവും? ഇത് കണ്ടെത്താൻ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ആദ്യം നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം ഇപ്പോൾ 18 റോസ് ഉണ്ട്, ഓരോ റോയിലുള്ളത് 22 കുട്ടികളാണ്. സോ നമ്മൾ 22 ഇൻറ്റു 18 ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് കിട്ടും. ഇവിടെ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ്? 396 ആണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് ലേറ്റ് കമേഴ്സ് കണ്ടുപിടിക്കാം, വൈകി വന്നവരുടെ എണ്ണം കണ്ടെത്താം. അതിനായിട്ട് നമ്മൾ ഇപ്പം നമുക്ക് കിട്ടിയ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഉണ്ടല്ലോ 396, അതിനോട് 270 മൈനസ് ചെയ്യണം. 270 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 126 ചിൽഡ്രൻസ് എന്നാണ്. ലേറ്റ് കമ്മേഴ്സായിട്ട് വന്നത് 126 കുട്ടികളാണ്. മനസ്സിലായോ? നിങ്ങളൊന്നും കൂടി ബാക്ക് അടിച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് 300 by 6, by which numbers it should be divided? Do it mentally. 300 by 6 ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് ചോദിച്ചത്. ഇവിടെ 300നെ 6 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? 3 ഗുണിക്കണം 2 എത്രയാണ്? 6 തന്നെയാണ്. സോ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ഫസ്റ്റ് ഡിവൈഡ് 300 by 3. ആദ്യം നമ്മൾ 300നെ ഇവിടെ കിട്ടിയ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ഡിവൈഡ് ദ കോഷ്യൻ ബൈ 2. എന്നിട്ട് നമുക്ക് കിട്ടുന്ന കോഷ്യൻറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? ആദ്യം നമുക്ക് 300നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ശേഷം കിട്ടുന്ന കോഷ്യൻറ്റിനെ നമുക്ക് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 300 ആദ്യം നമ്മൾ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 100 ആണ്. ഇനി നമ്മൾ 100നെ എന്ത് ചെയ്യണം? 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 50 ആണ്. 100ൻ്റെ പകുതി 50. ഇനി നമ്മൾ 300 by 6 ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര തന്നെയാണ്? 50 ആണ്. കണ്ടോ? നിങ്ങൾക്ക് 2 പേര് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ കോസ്റ്റ് ഓഫ് 15 kilogram rice is 480 rupees, what is the cost of 1 kilogram of rice? 15 കിലോ അരിയുടെ വില എന്ന് പറയുന്നത് 480 രൂപയാണ്. 15 gram ഓഫ് റൈസിൻ്റെ പ്രൈസ് എത്രയാണ്? 480. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം അരിയുടെ വില എത്രയാണെന്ന് ചോദിച്ചത്. 1 kilogram ഓഫ് റൈസ് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് 1 kilogram ഓഫ് റൈസ് ഈക്വൽ ടു 480 ഡിവൈഡഡ് ബൈ 50. 480 ഹരിക്കണം 15 ആണ്. 480 എത്ര 15 ഉണ്ട്? 32. സോ ആൻസർ ഈസ് 32 rupees. 1 കിലോഗ്രാം അരിയുടെ വില എന്ന് പറയുന്നത് 32 രൂപയാണ്. എളുപ്പമല്ലേ? ഇനി നമുക്ക് മറ്റുള്ള പാഠങ്ങളുടെയൊക്കെ ചോദ്യങ്ങളായിട്ട് വരാം.
മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 5ാം ക്ലാസ്സിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ പോയി കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്